ബാലകൻ കൊണ്ടുവന്ന എന്താണെന്നറിയാമോ? 5 അപ്പവും 2 മീനും. ഈ യവത്തപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഇസ്രായേലി ആ കാലഘട്ടത്തിലെ ഏറ്റവും പാവപ്പെട്ടവന്റെ ആഹാരമാണ്. അതിന് ഭയങ്കര പരുപരിപ്പായിരിക്കും. നമ്മൾ ഗോതമ്പ് കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കിയാൽ ഇങ്ങനെ നല്ല വട്ടത്തിലിരിക്കും. യവത്തപ്പത്തിന് അങ്ങനെ സൈഡൊന്നും അങ്ങനെ നല്ല മിനുസാന്ന് വരത്തില്ല. അപ്പോൾ അത് കണ്ടാലും കൊള്ളത്തില്ല. ഇനി ഇത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് ടപ്പോ ഒന്ന് ഒടിഞ്ഞൊടിഞ്ഞു പോകും. അങ്ങനെ പോകുന്നൊരു സാധനം. ഇത് ബ്രേക്ക് ചെയ്യാൻ ഒത്തിരി എളുപ്പമാണ്. കടപടയെന്ന് പോകുന്ന സാധനമാണ്. രുചിയില്ല. ഇനി ഇതിന്റെ ചുട്ടെടുത്താൽ ഇതിന്റെ കളറും കൊള്ളത്തില്ല. അങ്ങനെ അത് കാരണം ഇത് പാവപ്പെട്ടവനാണ് കഴിക്കുന്നത്. അപ്പൊ ഈ ബാലകനെ ഇനിയും വേറൊരു കാര്യം ഞാൻ പറയാം. ഒരു വീട്ടിലെ അപ്പനും അമ്മയും റേഷൻ അരി തിന്നാൽ പോലും മക്കൾക്ക് എന്ത് ചെയ്യും? ഉള്ളത് ഈ നല്ലത് കൊടുക്കും. അപ്പൊ ഈ ബാലകന് യവത്തപ്പം കൊടുത്തു വിട്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് പോലും ഒരു ഗോതമ്പപ്പം കൊടുക്കാൻ ആസ്തിയില്ലാത്ത ഒരു ദരിദ്രം പിടിച്ച കുടുംബത്തിലായിരുന്നു ഈ കൊച്ചന്. നമ്മൾ 5 അപ്പവും 2 മീനും. അപ്പോൾ ആ കുഞ്ഞിന്റെ ഏറ്റവും വലിയ ദാരിദ്ര്യമാണ് അവിടെ കാണിക്കുന്നത്. ആ ദാരിദ്ര്യത്തിനകത്തു നിന്നുള്ള ആ കുഞ്ഞാണ് കൊണ്ടുവന്ന് അന്ത്രയാസിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞല്ലേ, അമ്മേ ഇവിടെ എൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്. എന്തോ മീനാ? യവത്തപ്പ. അവനെ കണ്ടാലേ അറിയാം പാവപ്പെട്ട വീട്ടിലെയാണെന്ന്. എൻ്റെ സഹോദരങ്ങളെ, യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ അവിടെ വന്നതിൽ പോട്ടെ, യേശുവിൻ്റെ കൂടെ നിന്ന് ശിഷ്യന്മാരിൽ വരെ ചുങ്കക്കാരനും മിടുക്കന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടോ അന്ന് കർത്താവ് എടുത്തുപയോഗിച്ചത് ആരുടെ നന്മയാണെന്നറിയാമോ? ഒരു എളിയ ഒരു ദരിദ്ര ബാലന്റെ, ഞാൻ ഇങ്ങനെ പറയും, റേഷനരിക്ക് അപ്പം ചുട്ട ഒരു കൊച്ചു വീട്ടിലെ ഒരു കൊച്ചു പയ്യന്റെ അപ്പം എടുത്ത് കർത്താവ് അത്ഭുതം പ്രവർത്തിച്ച് 12 കൊട്ട നിറച്ചെടുത്തുമ്പോൾ ഇന്ന് പകൽ നീ അറിയണം, നിന്റെ ദാരിദ്ര്യം ദൈവപ്രവർത്തിക്ക് തടസ്സമല്ല. നിന്റെ ദാരിദ്ര്യം ദൈവപ്രവർത്തിക്ക് തടസ്സമല്ല. നിന്റെ ദാരിദ്ര്യം ദൈവത്തിന് പ്രവർത്തിക്കുന്നതിന് തടസ്സമല്ല. 5 അപ്പോ 5 ഉണങ്ങിയ അപ്പോ 2 ഉണക്കമീനും കൊണ്ട് വന്ന കൊച്ചു ചെറുക്കന്റെ കയ്യിൽ നിന്ന് കർത്താവ് എടുത്ത് അത്ഭുതം പ്രവർത്തിച്ചെങ്കിൽ in my poverty there will be a miracle of God.